ബാക്കി എല്ലാ മണ്ഡലങ്ങളും പാലക്കാടും ചേലക്കരയും അവസാന നിമിഷം വരെ ഈ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ചേലക്കര പഞ്ചായത്ത് അല്ലാതെ നിങ്ങൾക്ക് എവിടെയാണ് ആത്മവിശ്വാസം? അതൊരു പ്രശ്നം എന്താ അറിയാം, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് പറയാം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാന്ന്. പക്ഷേ അടിസ്ഥാനപരമായി ഈ പറയുന്ന വോട്ടിങ്ങിനെ തീരുമാനിക്കുന്നത് ഒരു വികാരമാണ്. ആ വികാരം വരുന്നുണ്ടെങ്കിൽ ചേലക്കര ചിലപ്പോൾ വേണമെങ്കിൽ പോകാം, പിന്നെ അല്ലെങ്കിൽ ചേലക്കര കൂടെ നിൽക്കാം, അങ്ങനെയൊക്കെ പല സാധ്യതകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനും അതിന് മുമ്പത്തെ എല്ലാം രമ്യ ഹരിദാസിന് അനുകൂലമാണ്. 5400 വോട്ട് രമ്യ ഹരിദാസ് പുറവിലാണ്. തരംഗം കേരളത്തിൽ ശക്തമായിട്ട് ആഞ്ഞടിക്കുമ്പോൾ നോക്ക് 2016 10200 വോട്ടിന്റെ ലീഡാണ് യു ആർ പ്രതിഫലിക്കുന്നത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നോക്കൂ, അത് ഒറ്റയടിക്ക് റോക്കറ്റ് പോലെ മോളിൽ പോയി. അല്ല ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 2019 ഏറ്റവും വലിയ UDF തരംഗം ഉണ്ടായത്. അവിടെ ആലപ്പുഴ പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺഗ്രസിന്റെ കോട്ട എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരിഫ് വളരെ സുഖകരമായി ജയിച്ചു വന്നു. സുഖകരമല്ല, 10,000-ത്തിനടുത്ത് വോട്ടിന് ജയിച്ചു വന്നു. അതേപോലെ ഇപ്പം പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് 24 അവിടെ നിന്നത്. എവിടെ? പിന്നെ ചേലക്കരയിൽ നിന്നത് ആലത്തൂർ. അപ്പൊ അവിടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പ്രഭാവമുണ്ട്. അപ്പൊ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് ചേലക്കര എന്ന് പറയുന്ന അത്ര സിമ്പിളായിട്ട് പോകാൻ പോകുന്ന ഒരു കൗണ്ടിങ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത്ര ശക്തമായ പോരാട്ടം അവിടെ നടന്നിട്ടുണ്ട്. പ്രദീപ് ജയിച്ച സമയത്ത് പോലും പ്രദീപിന് കിട്ടിയിട്ടുള്ളത് 10200 പക്ഷെ അന്ന് ഒരു എന്താ പറയുക 2016 എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയാൽ 2016 കോൺഗ്രസ് വിരുദ്ധ തരംഗം സംസ്ഥാനത്തുടനീളം ആഞ്ഞടിക്കുന്ന സമയത്താണ് 10200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. 10200 വലിയ ഭൂരിപക്ഷം. പക്ഷേ 23,695 വോട്ട് 2019 അതിനെ മറികടന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 വർഷം കൊണ്ട് 38,426 നേടിയ രാധേട്ടൻ എവിടെ നിൽക്കുന്നു? അതേസമയം 2 വർഷം കഴിഞ്ഞപ്പോൾ 5,700 അത് താഴത്തേക്ക് വന്നു. അപ്പൊ ഇതുകൊണ്ട് ചേലക്കര എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന്, എൻ്റെ അഭിപ്രായമാണ്, ചേലക്കര എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എഴുതി കൊടുക്കണ്ട. ഏറ്റവും നല്ല മത്സരം നടന്നതായിട്ട് ഞാൻ കാണുന്ന മണ്ഡലം ചേലക്കരയാണ്. ചേലക്കരയിലെ റിസൾട്ട് 170 എത്ര ബൂത്തുകളാണ്? 177 ബൂത്തുകൾ ഉണ്ടെന്നവരെ സസ്പെൻസ് നിലനിർത്താൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും ഞാൻ വിചാരിക്കും. രാധാകൃഷ്ണൻ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ UDF-നൊപ്പം നിന്നിരുന്ന മണ്ഡലമാണ്. രാധാകൃഷ്ണന് മുമ്പ് 96 ശേഷമാണ് ആ മണ്ഡലത്തിൽ പിന്നെ ഡീലിമിറ്റേഷൻ വരികയും മണ്ഡലം പുനർനിർണ്ണയിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം നോക്കൂ, നിങ്ങൾ വള്ളത്തോൾ നഗറിലേക്ക് പോയാൽ മതി. വള്ളത്തോൾ നഗറിലെ പഞ്ചായത്തിൽ UDF-ന് വലിയ പ്രാധാന്യമില്ല. മുള്ളൂർക്കരയിലേക്ക് എത്തിയാൽ നാമമാത്രമായ പ്രാധാന്യമാണ്. പാഞ്ഞാളിലേക്ക് എത്തിയാൽ കൊണ്ടാഴിയും പഴയന്നൂരുമാണ് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ. പക്ഷേ ചേലക്കര പഞ്ചായത്തിൽ തുടർച്ചയായിട്ട് UDF-ന് അനുകൂലമായിട്ട് ട്രെൻഡ് കാണിക്കുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേലക്കര കഴിഞ്ഞാൽ ഒരു പക്ഷേ പഴയന്നൂരിലും കൊണ്ടാഴിയിലും മുള്ളൂർക്കരയിലും UDF-ന് ഏതെങ്കിലും. ഡോക്ടർ അരുൺ, പക്ഷെ നോക്കൂ, 2024 ലോക്സഭയിൽ ഇതേ രമ്യ ഹരിദാസിന് മുള്ളൂർക്കരയിൽ കിട്ടിയത് 255 ലീഡ് മാത്രമാണ്. പഴയന്നൂരിലുള്ളത് 82 വോട്ടിന്റെ മാത്രം ലീഡാണ്. ചേലക്കരയിൽ 367 മാത്രം ലീഡാണ്. കൊടുത്താൽ UDF-ന് ജയിക്കാനാകും. ചേലക്കരയും പഴയന്നൂരും